വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 29-ാം ദിവസം. മാർ യൗസേപ്പിനെ നാം ബഹുമാനിക്കണമെന്ന് ഈശോ മിശിഹ ആഗ്രഹിക്കുന്നു. എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ കൊടുക്കുന്നവന് അവൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഈശോനാഥൻ അരുളി ചെയ്തിട്ടുണ്ട്. ഇപ്രകാരമെങ്കിൽ ലോകപരിത്രാതാവായ ക്രിസ്തുനാഥൻ്റെ വളർത്തുപിതാവായ മാർ യൗസേപ്പ് പിതാവിന് ഈശോ എത്രമാത്രം പ്രതിഫലം നൽകുവാൻ കടപ്പെടുന്നു. ദിവ്യരക്ഷകൻ്റെ വളർത്തുപിതാവ് എന്നുള്ള നിലയിൽ മാർ യൗസേപ്പ് ഈശോയുടെ നാമത്തിൽ മറ്റുള്ളവർക്കല്ല നൽകിയത്, മറിച്ച് ഈശോ മിശിഹായ്ക്ക് തന്നെ. ജീവിതകാലം മുഴുവൻ ഭക്ഷണപാനീയങ്ങളും നൽകി അവിടുത്തെ പൈതൃകമായ വാത്സല്യത്തോടെ പരിപാലിച്ച് വന്നതിനാൽ വന്യപിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഈശോ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അനുമാനിക്കാം. കൃതജ്ഞത മാനുഷികമായ ഏറ്റവും വലിയ ചുമതലയാണ്. ഈശോനാഥൻ കൃതജ്ഞത ആവശ്യപ്പെട്ടതായി നാം കാണുന്നു. 10 കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ അവസരത്തിൽ ഒരാളെ മാത്രം വന്ന് കൃതജ്ഞത പ്രകാശിപ്പിച്ചതിനെ ഈശോ മിശിഹ പരോക്ഷമായി ശാസിക്കുന്നുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവൻ തന്നെ മാർ യൗസേപ്പ് പിതാവ് ഈശോയെ എല്ലാ നിമിഷവും സേവിച്ചെങ്കിൽ ഈശോനാഥൻ ഈ വന്യപിതാവിനോട് എത്രമാത്രം കൃതജ്ഞതയുള്ളവനായിരിക്കും. ഒരു പുത്രൻ സ്വപിതാവിനോട് എല്ലാവിധത്തിലും കടപ്പെടുന്നുണ്ട്. മാർ യൗസേപ്പ് ഈശോ മിശിഹായുടെ സ്വാഭാവിക പിതാവല്ല, വളർത്തുപിതാവ് മാത്രമാണ്. എങ്കിലും കേവലം നൈയാമികമായ ഒരു ബന്ധമല്ല ഈശോ മിശിഹായും മാർ യൗസേപ്പും തമ്മിലുള്ളത്. അവിടെ ദൈവത്തിൻ്റെ പരിപാലനയിൽ മാർ യൗസേപ്പിന് പൈതൃകമായ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കടമകളും സിദ്ധിച്ചു. തന്നിമിത്തം ഈശോ മിശിഹ മാർ യൗസേപ്പിനോട് ഒരു വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു. പൈതൃകമായ അധികാരത്തോടുകൂടി തന്നെ ഇന്നും മാർ യൗസേപ്പിന് ദിവ്യനാഥനോട് കൽപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരുത്തമ പുത്രൻ സ്വപിതാവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. മനുഷ്യപുത്രരിൽ ഏറ്റവും പരിപൂർണനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവിടുത്തെ വളർത്തുപിതാവിനോട് ഇപ്രകാരം വർത്തിക്കുന്നു. അവർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു എന്നാണല്ലോ ഈശോയുടെ 30 കൊല്ലത്തെ ജീവിതത്തെ സംഗ്രഹിക്കുന്നത്. പിതാവിൻ്റെ മഹത്വം പുത്രൻ്റെയും. അതിനാൽ മാർ യൗസേപ്പിനെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ബഹുമാനിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അപ്രകാരം നമ്മുടെ വന്യപിതാവിനെ ബഹുമാനിക്കുന്നവരെ ക്രിസ്തുനാഥൻ പ്രത്യേകവിധം അനുഗ്രഹിക്കുന്നതാണ്. നാം ഈശോ മിശിഹായോട് അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾ എൻ്റെ വളർത്തുപിതാവായ മാർ യൗസേപ്പിൻ്റെ പക്കൽ പോകുവിൻ എന്നരുളി ചെയ്യുന്നുണ്ടായിരിക്കും. സംഭവം ജർമ്മനിയിൽ ട്രിസ്താസ് എന്ന പട്ടണത്തിൽ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായ സന്യാസിനിമാർ ഒരു അനാഥാലയം നടത്തിയിരുന്നു. അനാഥാലയത്തിലെ അന്റോണിയ എന്ന കുട്ടി ഗുരുതരമായ രോഗം പിടിപെട്ട് തളർന്ന കിടപ്പിലായി. അവളെ പരിചരിച്ച അന്ന എന്ന തരുണി വിശുദ്ധ യൗസേപ്പിൻ്റെ അതീവ ഭക്തിയും സുശീലയുമായ ഒരു സ്ത്രീരത്നം ആയിരുന്നു. കുട്ടി ബധിരയും മൂകയും ആയിത്തീർന്നു. അന്റോണിയായുടെ കിടക്കയ്ക്കരികിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ സ്വരൂപം സ്ഥാപിക്കുകയും അവളുടെ കഴുത്തിൽ യൗസേപ്പ് പിതാവിൻ്റെ മെഡൽ ധരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഇവളുടെ രോഗശാന്തിക്കായി അനാഥാലയത്തിലെയും മഠത്തിലെയും അംഗങ്ങളെല്ലാവരും വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് കൂട്ടപ്രാർത്ഥന നടത്തി. രാത്രിയിൽ അന്റോണിയ തന്നെ വിശുദ്ധ യൗസേപ്പ് അനുഗ്രഹിക്കാൻ വരുന്നതായി സ്വപ്നം കണ്ടു. തനിക്ക് രോഗവിമുക്തി ഉണ്ടായതായി പറയുന്ന അന്റോണിയായാണ് നിദ്രയിൽ നിന്നും ഉണർന്ന മറ്റുള്ളവർ കണ്ടത്. അവരെല്ലാവരും കണ്ടു നിൽക്കെ അവൾക്ക് സംസാരിക്കുവാനും മറ്റുള്ളവർ പറയുന്നത് ശ്രവിക്കുവാനും ഇടവന്നു. അവളെ പരിചരിച്ച അകത്തോലിക്ക ബിഷഗ്വരൻ പോലും അത്ഭുത പരതന്ത്രനായിത്തീർന്നു. മാർ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥ ശക്തി തെളിയിച്ച ഈ സംഭവം കണ്ട് അന്തേവാസികളെല്ലാവരും ഈ പുണ്യപിതാവിന് നന്ദി അർപ്പിച്ചു. ജപം. ലോകപരിത്രാതാവായ മിശിഹായെ, അങ്ങയുടെ വളർത്തുപിതാവായ മാർ യൗസേപ്പിനെ ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സംപ്രീതിക്ക് അർഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പിതാവിനെ സ്തുതിക്കുന്നതിന് ഉത്സുകരാകുന്നതാണ്. ഈ വന്യപിതാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ച് അങ്ങേ സേവനത്തിൽ ഞങ്ങൾ തൽപരരായിരിക്കും. ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ഈശോയോടുകൂടിയും
ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഉത്തരവാദിത്വപൂർണമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവമക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തലമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാറിയ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാറിയ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച മാറിയ യോസേപ്പെ, ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച മാറിയ യോസേപ്പെ, ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച മാറിയ യോസേപ്പെ, ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ.